ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين. മുതലാളിമാര് പറയും, എന്റെ മോളെ കല്യാണത്തിന് ഞാൻ ചെലവഴിക്കുന്നത് ചോദിക്കാ നിങ്ങളാരാ? എടാ മുതലാളി, നിനക്ക് സമ്പാദ്യമില്ല, സമ്പത്ത് റബ്ബിന്റെതാണ്, അത് വിനിയോഗിക്കാനുള്ള നിയമം വെച്ചത് പടച്ചവനാണ്. മകളുടെ കല്യാണത്തിന് എന്തെല്ലാം മഹാഭാസങ്ങളാണ് കടത്തി കൂട്ടിയത്, എന്തെല്ലാം പേക്കൂത്തുകളാണ് കടത്തി കൂട്ടുന്നത്. ഗൾഫുകാരാ, മരുഭൂമിയിലെ പെട്രോൾ ഡോളർ കൊണ്ടുവന്ന് നാട്ടിൽ ഒരുപാട് അനാചാരം ഉണ്ടാക്കിയതിൽ ഗൾഫുകാർക്ക് പങ്കില്ലേ? നിന്റെ കല്യാണത്തിന് 15 പച്ച കോളിസി, അതൊരു ഫാഷനായി നാട്ടിൽ ഒരു മുസീബത്തായി. അടുത്തവൻ വന്നു സിൽവർ ഇന്നോവ, അത് വേറൊരു ഭ്രാന്തായി ദൂർത്തായി. അതെവിടുന്നെങ്കിലും വരുത്താൻ പൈസ ചെലവഴിക്കലായി. ഒരുത്തന്റെ വീട്ടിൽ 3 ദിവസത്തെ കല്യാണം, അടുത്തവൻ മത്സരിക്കുന്നു 4 ദിവസത്തെ കല്യാണം. ഒരുത്തന്റെ വീട്ടിൽ സദ്യ, അങ്ങനെ ഒരുത്തന്റെ വീട്ടിൽ ഗാനമേള, വേറൊരുത്തന്റെ വീട്ടിൽ സിനിമാറ്റിക് ഡാൻസ്. അങ്ങനെയുള്ള മുസീബത്തുകൾ മുഴുവനും കല്യാണത്തിന്റെ തലേന്നും കൂടെയും പല നാട്ടിലും വലിച്ചുകൂട്ടിയിട്ട് അനാചാരം ഉണ്ടാക്കുമ്പോൾ ചെലവഴിക്കാനുള്ള പൈസ എവിടുന്നാണ്? റബ്ബ് തന്ന പണം കൊണ്ട് ധിക്കാരിയാകുകയല്ലേ? അല്ലാഹുവിന്റെ കോടതിയിൽ നീ പ്രതിക്കൂട്ടിലാണ്. ദുനിയാവിൽ നീ വലിയ ഖമയിലാണ്, ദുനിയാവിൽ നീ വലിയ ഗർവിലാണ്, ദുനിയാവിൽ നീ വലിയ കൊമ്പനാണ്. പക്ഷേ ആഖിറത്തിൽ നീ പ്രതിക്കൂട്ടിലാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കണേ. നീ വഞ്ചന നടത്തുന്ന കച്ചവടക്കാരനായിക്കൂടാ, നീ ധൂർത്ത് അനുഭവിക്കുന്നവനായിക്കൂടാ, നീ കൊടുക്കേണ്ടവന് കൊടുക്കാത്ത പിശുക്കനായിക്കൂടാ, നീ സക്കാത്ത് തടയുന്ന ശപിക്കപ്പെട്ടവനായിക്കൂടാ, നീ പലിശ നൽകുന്ന ധിക്കാരിയായിക്കൂടാ. സാമ്പത്തിക മേഖലയിൽ ഒരുപാട് അതിക്രമങ്ങൾ പല വിധേനയിൽ നടന്നിട്ട് അനന്തവകാശം എടുത്തു വാപ്പാനെ പറ്റിച്ച് വാങ്ങുന്നവനായിക്കൂടാ, പെങ്ങന്മാരെ കണ്ണുനീര് കുടിപ്പിക്കുന്നവനായിക്കൂടാ, പറ്റിച്ച് പണം വിഴുങ്ങുന്നവനായിക്കൂടാ, പണത്തിന്റെ പേരിൽ കുടുംബബന്ധം തകർക്കുന്നവനായിക്കൂടാ, തമ്മിൽ തല്ലിക്കാൻ ചില്ലറ കാശുകൾ കാരണമാക്കുന്നവനായിക്കൂടാ.